ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ എന്നത്തെയും പോലുള്ള വീഡിയോസ് ഒന്നുമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ വീട്ടിൽ പെയിൻറ്റിങ്ങും വർക്കൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റണില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കാം, നമുക്കതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേട്ടോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നുണ്ടല്ലോ നമ്മുടെ ലിവിങ് റൂമൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഒന്ന് നമ്മൾ വൃത്തിയാക്കിയായിരുന്നു, വീണ്ടും നമ്മൾ പെയിൻറ്റിങ്ങിന് വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വൃത്തികേടായി. അങ്ങനെ ഓരോ പണി നടക്കുമ്പോൾ വീണ്ടും വൃത്തികേടാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലിവിങ് റൂം ക്ലീൻ ആക്കുന്ന വീഡിയോ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാനുണ്ടല്ലോ നമ്മുടെ ടി വി ഇരിക്കുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ക്ലീൻ ആക്കുന്നത്. ടി വിയുടെ ബാക്ക് സൈഡിൽ ഇതുപോലെ നമുക്ക് ഗ്യാപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ആദ്യം തന്നെ വൃത്തിയാക്കേണ്ടത്. കാരണം അതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് തട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ടി വിയുടെ ഭാഗം നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ നിറയെ കേബിളുകളും അതുപോലെ തന്നെ ബോക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്നൊക്കെ പൊടി തട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. എന്നാലും ഞാൻ അതൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള ഒരു പൊടി തട്ടണത് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പൊടി തട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് ലിവിങ് റൂമിൽ തന്നെയാണ് കേട്ടോ പണി വരാറ്. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ അലങ്കാരത്തിന് വെച്ച കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇത് തന്നെയാണ് കേട്ടോ. കാരണം അവിടെ തട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ ഓരോ സാധനങ്ങളും നമ്മൾ എടുത്തിട്ട് വേണം അതൊക്കെ ക്ലീൻ ആക്കിയിടാൻ. നമ്മുടെ കിച്ചണിലെ വർക്കും പെയിൻറ്റിങ് വർക്കും ഒക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ മുഴുവൻ നമ്മുടെ ഡൈനിങ് ഹോളിലും അതുപോലെ തന്നെ ഹോളിലും എല്ലായിടത്താണ് കേട്ടോ ഇട്ടേക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ആക്കുന്ന സമയത്ത് അവിടെ ഇവിടെ കുറേ സാധനങ്ങൾ കിടക്കുന്നതാണ്. അത് നോക്കണ്ട കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് ലിവിങ് റൂം മാത്രം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിയാറായി. 1 മാസത്തോളമായിട്ടാവും നമ്മുടെ പണി തുടങ്ങിയിട്ട്. ഇപ്പം ഏകദേശം എന്താ പറയുക, പണിയൊക്കെ തീരാറായിട്ടുണ്ട്. എന്നാലും ഉണ്ടാവും കുറച്ച് ദിവസം കൂടി. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ നോർമൽ ലൈഫിലേക്ക് ഒന്ന് മടങ്ങി വരാൻ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ പഴയ രീതിയിലൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പം നടക്കാത്തതിൻ്റെ ഒരു വിഷമം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാനും പറ്റുന്നില്ല, അതിൻ്റെ വിഷമം കൂടി ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ വെക്കേഷനാണ് ഇപ്പം, അത് കാരണം തന്നെ പിള്ളേർ മുഴുവനുണ്ട് വീട്ടിൽ കേട്ടോ. അതുപോലെ പണിയും ഒക്കെ കൂടെ ബഹളമാണ്. അത് കാരണം തന്നെ നമുക്ക് വോയിസ് റെക്കോർഡ് തന്നെ ചെയ്യേണ്ട അവസ്ഥ തന്നെയാണ് കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം ഞാനതെല്ലാം തുണി വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒക്കെ നനഞ്ഞിട്ടൊക്കെ കിടക്കുവാണ്. പിന്നെ നമ്മുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണനെ കുളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കണ്ണന് വലിയൊരു കഥയുണ്ട് നമ്മുടെ വീട്ടിൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട് താമസത്തിൻ്റെ തലേ ദിവസം രാത്രി ഒരു ചേട്ടൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂരിന്ന് വാങ്ങിയിട്ട് അവർ നേരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഗുരുവായൂർ കണ്ണൻ. കൊണ്ടുവരുമ്പോൾ ഓടക്കുഴലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരൊക്കെയോ പറഞ്ഞു അത് ഓടക്കുഴലുള്ള കണ്ണനെ നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓടക്കുഴലെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നിറയെ പൊടി പിടിച്ചിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ തുടച്ചെടുത്താലൊന്നും ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പോവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനന്ന് കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആദ്യം ഞാൻ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ അതിങ്ങ് പോരുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പോരുന്നതാണ് കേട്ടോ. അത് ടൈറ്റായിട്ട് നിന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണനോട്, എന്താ കാണാൻ കുളിക്കൊന്നും വേണ്ട, ഞാനിനി എടുത്തത് ഇഷ്ടമായില്ലേ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ഇഷ്ടമാണ്. എന്നാലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളാണ് കേട്ടോ ഒക്കെ. അപ്പം അങ്ങനെ ഞാനൊക്കെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു എന്താ പറയുക, എനിക്കും കൂടി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. പിന്നെ ഇതുപോലത്തെ കുറേ എന്താ പറയുക, ചെറിയ കൃഷ്ണൻ്റെ രൂപങ്ങൾ കുറേ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അത് കുറേയൊക്കെ നമ്മൾ പേഴ്സിലും അതുപോലെ അവിടെയും ഇവിടെയൊക്കെ എടുത്ത് വെച്ചേക്കാം. ഓരോ തവണ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ ഓരോ രൂപങ്ങൾ വാങ്ങിയിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് നിലവിളക്കിൻ്റെ അവിടെയൊക്കെയാണ് കേട്ടോ പൊടി പിടിച്ചിട്ടുള്ളത്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇറങ്ങാൻ മാത്രമേ എനിക്ക് മടിയുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഈ ക്ലീനിങ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനുണ്ടല്ലോ ഈ നിലവിളക്കൊക്കെ വെക്കണ ഞാൻ ഒരു ചെയറുണ്ടല്ലോ, നമ്മൾ സാധാരണ ഇരിക്കുന്ന ചെയർ, ഇതിലാണ് കേട്ടോ നമ്മൾ നിലവിളക്കിൻ്റെ അതൊക്കെ വെക്കാറ്. അത് കഴിഞ്ഞിട്ട് ഷോക്കേസ് ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ച് നോക്കുമ്പോൾ ഉള്ളിലും പൊടി കയറിയിട്ടുണ്ട് കേട്ടോ. ഇവർ തുറന്നിടും ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ട് മുഴുവനായിട്ട് അതങ്ങ് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ.
അതിനിടയ്ക്ക് കിച്ചണിൽ പെയിൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് പോയി വരുമ്പോൾ എൻ്റെ കയ്യിലൊക്കെ പെയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഞാൻ കാണുന്നില്ലല്ലോ, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ക്ഷമിക്കുക എല്ലാവരും, കാരണം ഞാനത് കാണുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ പെയിൻ്റ് ആയിട്ടുണ്ട്, അതുപോലെ എൻ്റെ ഡ്രസ്സിൽ പെയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് അതേ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഈ ഒരു ഭാഗം ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഞാൻ ബോട്ടിൽ ആർട്ട് നമ്മുടെ കൊറോണ ടൈമിൽ ഇരുന്നിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സായുവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ അതൊക്കെ എടുത്ത് കളയും, അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ള കാരണം കൊണ്ട് നമ്മുടെ ഇവിടെ വെച്ചിട്ട് പൊടി പിടിക്കണ്ടല്ലോ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു കേട്ടോ. കളയാൻ മടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെയും കളഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഒരു ഡാൻസ് ഫോട്ടോ ഒക്കെ ഇരിക്കുന്ന സായുവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ സായുവിൻ്റെ ഫോട്ടോസ് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് മുഴുവനായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മുഴുവനായിട്ട് അതിൽ വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സ്ട്രിപ്പ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ വർഷങ്ങളായി അന്ന് വെച്ചതാണ് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയായിരുന്നു ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. പക്ഷേ ഇപ്പം അതൊക്കെ പോയിട്ട് നമ്മൾ കുറേയൊക്കെ ലൈറ്റിങ് ഉപയോഗിക്കില്ലല്ലോ, എപ്പോഴും നമ്മൾ ഇടുകയൊന്നുമില്ല, അങ്ങനെ അത് കുറേ പോയിട്ടോ. എപ്പോഴും നമ്മുടെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നെറ്റിപ്പട്ടത്തിൻ്റെ ഇതുപോലുള്ള ഒരു സാധനം നഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആ സാധനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഞാനുണ്ടല്ലോ ഒട്ടിച്ചെടുക്കണം വിചാരിക്കും. ഇപ്പം വല്ലതും പോയി കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ പിന്നെ അവിടേക്ക് ശ്രദ്ധിക്കില്ല കേട്ടോ. അതാണ് സംഭവം. പിന്നീട് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ സൂപ്പർ ഗ്ലൂ ഒക്കെ കൊടുത്തിട്ട് അതങ്ങനെ ഒട്ടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അത് പിന്നെ അത് വെച്ചു. ഇല്ലെങ്കിൽ അത് കൈയോട് കൂടി ചെയ്തില്ലെങ്കിൽ അത് ചെയ്യില്ല. അടുത്തത് നമ്മുടെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള ഒരു ഹാങ്ങിങ് പോട്ടാണ്. അപ്പം ഞാൻ അത് ശരിക്കും അത് മണി പ്ലാന്റിൻ്റെ ഹാങ്ങിങ് പോട്ടൊന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊരു കുഞ്ഞു അക്വേറിയത്തിൻ്റെ ആ ഒരു ഇതാണ്. അപ്പം നമ്മൾ വാങ്ങിയിട്ട് അതിലൊരു ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ഫിഷ് ചത്തുപോയ കാരണം പിന്നെ മണി പ്ലാന്റിൻ്റെ ഇതാക്കി മാറ്റി. അത് നിറയെ കല്ലുകളില്ലേ, കുഞ്ഞു ഇങ്ങനെ കല്ലുകളാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അത് കെട്ടിയിട്ടുള്ളത്. ഞാൻ എടുത്തപ്പോൾ അത് വീണിട്ട് പൊട്ടി കേട്ടോ. ആ പാത്രം പൊട്ടി, എല്ലാം പൊട്ടി. ഞാൻ അതൊക്കെ എടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് അഴിച്ചെടുത്തത്. നമ്മൾ അവിടെ കെട്ടിയിട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ അത് പൊട്ടിയ സ്ഥിതിക്ക് അവിടെയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ആ പ്ലാന്റ് തന്നെ എടുത്തിട്ട് നമ്മളൊരു ജഗ്ഗിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാനിവിടെ നമ്മുടെ ബിയറിൻ്റെ കുപ്പികളുണ്ടാവും, ബ്ലൂ വൈറ്റും. അപ്പോൾ നമ്മളതിന് പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കുമ്പോൾ പിന്നെ അത് ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ കളഞ്ഞു. കാരണം മണി പ്ലാന്റ് കുറച്ചും കൂടെ വായ്വാട്ടുള്ളതിൽ വെക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയേക്കണം കേട്ടോ. പിന്നെ ഞാൻ അവിടേക്ക് അടിച്ചു വാരി, ഒരുവിധം നമ്മൾ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടിച്ചു വാരി കേട്ടോ. അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെറ്റി ഒന്ന് മാറ്റിയിടുകയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ടും അങ്ങോട്ടൊന്ന് മാറ്റിയിടും. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തല്ലേ, അതുപോലെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ എനിക്കിപ്പോൾ അങ്ങോട്ട് അത്ര ഭംഗി തോന്നിയില്ല. അപ്പം ഞാൻ വീണ്ടും തുടച്ചതിന് ശേഷം വീണ്ടും അങ്ങോട്ട് തന്നെ സെറ്റ് മാറ്റിയിട്ടു കേട്ടോ. വീണ്ടും നമുക്ക് എല്ലാവരും ഒന്ന് തുടച്ചും കൂടി എടുത്താൽ കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇതേ കണ്ടോ, പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു ഭാഗമെങ്കിലും ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി വരുന്നത്. അപ്പോൾ ഈ ഭാഗം വൃത്തിയാക്കിയിടുകയാണെങ്കിൽ നമുക്ക് പണി അത്ര എളുപ്പമാണല്ലോ. തുടച്ചും കൂടി എടുത്തതിന് ശേഷം എല്ലാം പഴയതുപോലെ ആക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ജനലുകളൊക്കെ അടയ്ക്കുക, അതുപോലെ തന്നെ മാറ്റൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. നമ്മൾ അമ്പലത്തിൽ പോയി വരുന്നൊരു പ്രതീതിയാണ് കേട്ടോ. എപ്പോഴും നമുക്ക് ഇതുപോലെയൊന്നും ആക്കിയിടാൻ പറ്റില്ല. നമ്മളൊരു നാട്ടുമ്പുറാണ്, അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാൻ പോകും, വന്ന് അഴുക്കാക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ അതൊരു വീടാവുന്നുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം. ബൈ.